ഹലോ, ഇന്നിപ്പോൾ എല്ലാവർക്കും ഞാറക്ക വീട്ടിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും അല്ലെങ്കിലും വാങ്ങാനും കിട്ടുന്നൊരു സമയമാണിത്. വീട്ടിൽ നിന്ന് തന്നെ മരത്തിൽ കയറി പറിച്ച് എനിക്ക് കൊണ്ടുത്തന്നതാണ്. അപ്പോൾ ഒരുപാട് കഴിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഞാനത് ഷോർട്ട്സ് ആക്കി വയ്ക്കാം, അതായത് ഒരു ജ്യൂസാക്കി ഫ്രീസറിൽ വയ്ക്കാമെന്ന് കരുതി ഇതിങ്ങനെ പാത്രത്തിലിട്ട് നന്നായി പഴുത്ത ഞാറക്കയാണെങ്കിൽ നന്നായി ഇങ്ങനെ ഞെരടിയാൽ അതിൻ്റെ ജ്യൂസ് മുഴുവനും സെപ്പറേറ്റായി വരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാറക്ക കളയരുത്. അങ്ങേയറ്റം നല്ലൊരു ഫ്രൂട്ടാണ്, ഷുഗറിന് നല്ലതാണെന്ന് പറയുന്നു, അറിയില്ല. എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, കളയാനേ തോന്നില്ല. അപ്പോൾ ഇത് നന്നായി ഇങ്ങനെ ഞെരടിയതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് പിഴിഞ്ഞ് ഒരു തുള്ളി നീര് പോലും കളയരുത്. അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. ഈ സമയത്ത് പിഴിഞ്ഞതുകൊണ്ട് ഒരുപാട് അതിൻ്റെ ജ്യൂസ് വരും, നല്ല വെള്ളം പോലെയുള്ള ജ്യൂസ്. അത് നമ്മൾ വേറെ തന്നെ മാറ്റി വെച്ച് വയ്ക്കണം. അല്ലെങ്കിൽ മിക്സിയിൽ അല്പം പഞ്ചസാര ഇട്ട് അടിക്കുമ്പോൾ ഒരുപാട് ലൂസായിപ്പോവും. ലൂസായിട്ട് മിക്സിയിൽ നമുക്ക് നന്നായി അരച്ചെടുക്കാൻ പറ്റില്ല. ഈ ജ്യൂസ് ലാസ്റ്റ് നമുക്കതിൽ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വെറുതെയും കുടിക്കാം. അത്രയ്ക്കും ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കളറും ഞാറക്കയുടെ ഗുണവും ടേസ്റ്റും ഒക്കെ അറിയുന്നവർക്കിത് കളയാനേ തോന്നില്ല. അങ്ങനെ ഇത് മിക്സിയിൽ ഇത് കണ്ടോ, ഇപ്പോൾ പഞ്ചസാര മാത്രം ഇട്ട് അടിച്ചതാണ്, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നിന്ന് തെറിച്ചു പോകും. ഒരുപാട് അരിച്ചെടുക്കുകയേ വേണ്ട. ഇത് നന്നായി അരിയും. നമുക്ക് കുടിക്കുമ്പോഴും ആ ഒരു അതിൻ്റെ ഒരു അല്പം ഒരു നാര് പോലെ ഉണ്ടാകുന്നതാണ് നല്ലത്. അത് പിന്നീട് അരിപ്പേരിട്ട് അടിച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഈ സമയത്ത് കട്ടി നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച്, ഗ്ലാസ്സല്ല ചെറിയൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കേണ്ട അത്രയും ലൂസാക്കി വയ്ക്കാൻ. നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ച നീര് ചേർത്ത് ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കാം. ബാക്കി ജ്യൂസ് നമുക്ക് ആസ്വദിച്ച് കുടിക്കാം. ഇനി ഇത് കുടിക്കാനൊരു വിധമുണ്ട്, അതായത് ഞാറക്കൊരു ചവർപ്പുണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടി ഒരു പ്ലേറ്റിൽ അല്പം പൊടി പൊട്ടതിന് ശേഷം ഗ്ലാസ്, ഇങ്ങനെ ചെറിയൊരു ഗ്ലാസ്സിലാണ് നമ്മൾ കുടിക്കുക, ഒരുപാട് അളവിൽ കുടിക്കരുത്. അപ്പോൾ അതിൻ്റെ അറ്റം ആ നനവോടുകൂടി ഉപ്പിൽ മുക്കുമ്പോൾ അതൊക്കെ ഈ ചെറിയ ഗ്ലാസിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കും. ഒരുപാടുള്ളതങ്ങ് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ജ്യൂസ് ഇതിലേക്കൊഴിച്ച് ഒരു വലിക്ക് കുടിക്കാം. ഒരു വലിക്ക് കുടിക്കുമ്പോൾ ആ ഉപ്പ് കൂടെ വരുമ്പോൾ നമുക്ക് ഈ ഞാറക്കൊക്കെ ഒരു ചെറിയൊരു ചവർപ്പുണ്ടാവും, അത് ഇല്ലാതാവും. അങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ്. ആ മധുരത്തിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടി ചേർന്നാലുള്ള ടേസ്റ്റ് അനിർവചനീയമായ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാതിരി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ഞാറക്ക കൃഷി ചെയ്തതാണെന്ന് തോന്നി ഇറക്കുന്നുണ്ട്. ഇത് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ്. പരിസരത്ത് എവിടെയുമുണ്ടെങ്കിൽ കളയാതെ സൂക്ഷിച്ച് കഴിക്കുക. ഇങ്ങനെ വയ്ക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.